ആ മായേ ചേച്ചി ഭക്ഷണം റെഡി ആയിട്ടുണ്ട്. സോറി, ഞാൻ എടുക്കാൻ വിട്ടുപോയി. അതെ, നിന്റെ കുട്ടീനെ നാളെയല്ലേ ഡോക്ടറെ കാണിക്കുന്നത്? പൈസ ഞാൻ വൈകിട്ട് ATM എടുത്ത് കൊണ്ടുവന്ന് തരാം കേട്ടോ. പിന്നെ അലക്കാൻ കുറച്ച് ഡ്രസ്സ് അവിടെ ഇട്ടിട്ടുണ്ട്, മെഷീനിൽ അലക്കാൻ മതി കേട്ടോ, കല്ലുമ്മലൊന്നും ഇടണ്ടേ. പിന്നെ ആ ഒരു പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വിരിച്ചിട്ടേക്ക്. ഞാൻ ഇന്നലെ രാത്രി ചെയ്തതാ. കുട്ടിയുടെ ഡ്രസ്സ് എല്ലാം അയൺ ചെയ്യാനുണ്ട്, അത് അയൺ ചെയ്യണം. പിന്നെ അവിടെ ഉണ്ണിയേട്ടൻ കിടപ്പുണ്ട്, വിളിക്കണ്ട. പുള്ളിയുടെ എല്ലാം ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി കേട്ടോ. ഇല്ലേ ദേഷ്യപ്പെടുവേ. 5 മണിയാവും. എന്തേ? കുട്ടി വയ്യാതെ എടുക്കുന്നു. ഓക്കെ, എന്നാ ഞാൻ നേരത്തെ വരാൻ നോക്കാം. ഇല്ലെങ്കിൽ നീ പൊക്കോ, ഉണ്ണിയുടെ ഇവിടെ ഉണ്ടാവുമല്ലോ. ശരി എന്നാ. ശരി. അങ്ങനെ മണിക്ക് ചെടിച്ചട്ടോടെ ചായ വെച്ചാൽ മതി. ഓക്കെ, ഉണ്ണിയുടെ ഇല്ലാശാലും കേട്ടോ. ശരി എന്നാ, എല്ലാം ചെയ്തേക്കണേ. അവള് പോയോ? ചേച്ചി പോയി. നിങ്ങളെ വിളിക്കണ്ടെന്ന് പറഞ്ഞതായിരുന്നു, ഞാൻ വിളിക്കാതിരുന്നു. വീട്ടിലും ഇതുപോലെ തന്നെ പണി ഉണ്ടാവൂലേ? വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാ ഞാൻ വരണത്. രാവിലെ എണീറ്റ് പണിയൊക്കെ കഴിക്കും. ഇവിടുന്ന് പോയാലും പണി തന്നെ അല്ലേ? ജീവിതത്തിൽ ഇപ്പൊ കുട്ടിക്ക് വയ്യ, അതാണ്. ഞാൻ ചേച്ചിനോട് നേരത്തെ പോട്ടെ എന്ന് ചോദിച്ചിരുന്നു. നല്ല സുന്ദരിയാണല്ലോ. ഇതോടൊന്നും മിണ്ടാത്തത്. അവിടെ വെച്ചോ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാ. കുറച്ചു നേരം സംസാരിക്കാലോ. ടൈമില്ലേ? ചോറുണ്ട് അടുപ്പത്ത്. ഭക്ഷണം നിങ്ങളെ ചായ ഒക്കെ ആയിട്ടുണ്ട്, പോയി കുടിച്ചു. അതൊക്കെ ഞാൻ കഴിച്ചോളാം. ഇതൊന്ന് ചേച്ചി പറഞ്ഞത് അത് വൃത്തിയാക്കാൻ. തുടച്ചതന്നെ പിന്നെയും തുടക്കണോ? അതല്ല, ഇത് ഇവിടെ നിന്ന് നീക്കിയപ്പോഴേ ഇവിടെ പൊടിയായിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് കുറച്ചു നേരം സംസാരിക്കാം. ഈ പൊടിയും കരിയൊക്കെ പിടിച്ചാലേ ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിന്റെ സൗന്ദര്യമൊക്കെ പോകൂട്ടാ. സാറേ, എന്നോട് അങ്ങനെ ഒന്നും പറയരുത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുട്ടിക്ക് വയ്യ. എന്റെ അവസ്ഥ കൊണ്ടാണ്. എന്താ അവസ്ഥ? എന്റെ അവസ്ഥക്കൊക്കെ ഞാനില്ല ഇവിടെ. നമുക്ക് അവിടെ സംസാരിക്കാം. സാറേ, ടൈമില്ല. സാർ അവിടെ അടുപ്പത്ത് ചോറുണ്ട്, സാധനങ്ങളുണ്ട് അവിടെ. സാറേ പ്ലീസ്, ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതിനെ പറ്റി ഇങ്ങനൊന്നും വിചാരിക്കാൻ പോലും ചെയ്യരുത്. ഞാൻ ചേച്ചി ഉള്ളതുകൊണ്ടാണ് ഈ വീട്ടിൽ വന്നത്, അല്ലെങ്കിൽ ഞാൻ വരൂല. എന്റെ കഷ്ടപ്പാടുകൊണ്ടാണ്. പ്ലീസ്, എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത്. എനിക്ക് വേറെ ഒരുപാട് വീടുകളിൽ പണി കിട്ടിയതാ. ഞാൻ ചേച്ചിനെ ആലോചിച്ചിട്ടാ. എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ പ്ലീസ്. കഴിഞ്ഞോ? ഞാൻ പോവാ ചേച്ചി. ഞാനിനി വരില്ല കേട്ടാ. അയ്യോ, എന്ത് പറ്റി? ഒന്നുമില്ല. ഞാൻ ഇനി പണിക്ക് വരില്ല. എന്താ ഉണ്ടായത്? ഒന്നുമല്ല. എത്ര കഷ്ടപ്പെട്ടാലും ഞാൻ ഇങ്ങനെ ഒന്നും ജീവിച്ചിട്ടില്ല. നീ എന്താ കാര്യം പറ. ചേട്ടൻ എന്നെ കയ്യിലൊക്കെ കയറി പിടിക്കുക. കുറെ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഞാൻ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഇങ്ങനെ പോവേന്നു. അപ്പൊ ശരിക്കും എന്റെ കയ്യിൽ കയറി പിടിച്ച് ഞാൻ അവിടുന്ന് ഒരു വിധത്തിലാ കഴിച്ചില്ലേ. ഞാൻ പോവാ, വേറെ നിവൃത്തിയില്ല. ചേച്ചിനെ ആലോചിച്ചിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഞാൻ പൈസ വീട്ടിലേക്ക് എത്തിക്കാം, നീ പോക്കാം. ശരി. നാളുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? എന്താണ് ആ പെൺകുട്ടി കരഞ്ഞൂടെ ഇവിടെ ഇറങ്ങിപ്പോയത്? ഏത് പെൺകുട്ടി? അവളിവിടെ നിന്നേ. അവളെന്തിനാ കരയണ്? അവളെന്തിനാ കരഞ്ഞ നിങ്ങൾക്ക് അറിയില്ലല്ലേ? നിങ്ങൾക്ക് അറിയില്ലല്ലേ? എന്താ കാര്യം? നിങ്ങൾ കേറി പിടിച്ചിട്ട് ആ പെണ്ണ് സഹിക്കാൻ പറ്റിച്ചാ പെണ്ണ് പോയത്. ഞാൻ ആരും കേറി പിടിച്ചിട്ടൊന്നുമില്ല. ആ പെണ്ണ് നിന്നോട് നുണ പറഞ്ഞാവും. ഓഹോ, ഇതിനൊക്കെ പറയിക്കണ്ട. എനിക്ക് നിങ്ങൾ അറിയൊന്നുമില്ലല്ലോ. അവൾക്ക് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിട്ട് അവള് വല്ല നുണയും നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവും.
ആ അങ്ങനെയാണല്ലേ? അല്ലാതെ കണ്ണി കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ എപ്പോഴാണ് വേറെ പെണ്ണെ കയറി പിടിച്ചത് നീ കണ്ടിട്ടുള്ളത്? നിങ്ങൾ കണ്ടിട്ടില്ലേ? സോറി നിങ്ങൾ കയറി പിടിച്ചിട്ടില്ലേ? ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന മേരിന്റെ അവസ്ഥ തന്നെയല്ലായിരുന്നു? ഓരോ പെണ്ണുങ്ങൾ വരും, അവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വല്ല നുണയും പറഞ്ഞു തരും. പിന്നെ നിനക്ക് സംശയരോഗമാണ്. സംശയരോഗം തന്നെ നല്ലൊരു കൗൺസിലിംഗ് നടത്തണം. അപ്പൊ ഈ പ്രശ്നം മാറി കിട്ടും. ഏതൊരു പെണ്ണിനെ ഇവിടെ കൊടുത്താലും ഞാൻ കേറി പിടിച്ച് എന്താ എനിക്ക് തന്നെ തൊഴില്. പോയി ചത്തൂടെ? ചത്തൂടെ? നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ടാവും. പക്ഷെ എല്ലാ പെണ്ണുങ്ങളെയും ആ ഗണത്തിൽ പെടുത്തണം. നിങ്ങള് മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും ആവാസമാരല്ലോ. പെൺകുട്ടിക്ക് ആകെ ബുദ്ധിമുട്ടാ. അതിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയി, അതിന്റെ കുഞ്ഞിന് വയ്യ. ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കരുതിട്ടാ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അല്ലാതെ എനിക്ക് ഇതിനുള്ള പണി എടുക്കാൻ അറിയാഞ്ഞല്ല. നീ ചെലവിന് കൊടുത്തോ അവൾക്ക്? ഞാൻ ചെലവിന് കൊടുക്കും. നിങ്ങൾ അവളെ കേറി പിടിക്കാനുണ്ടല്ലേ മാണകെട്ട മനുഷ്യ. നിങ്ങൾക്ക് എന്തിന്റെ കുറവാ ഞാൻ ഇവിടെ വരുത്തുന്നത്? നിങ്ങൾക്ക് വേണ്ടതല്ലേ തരുന്നില്ലേ? നീ എന്താ വേണ്ടത് തരുന്നുള്ളത്? ഞാൻ തരാത്തതിന്റെ ഗുണാണ് നിങ്ങൾ ഇവിടെ കാട്ടിയത്. രാവിലെ അങ്ങോട്ട് പോവും, വൈകുന്നേരം അങ്ങോട്ട് കേറി വരും. എന്നിട്ട് ഇതേപോലത്തെ കുറെ തൊള്ളേ ഇതല്ലേ? 3 നേരം ഇവിടെ ഇരുന്ന് മിണുങ്ങുമ്പോ ഭാര്യ ജോലിക്ക് പോയിട്ടാ കൊണ്ടുവന്നുള്ള ബോധം വേണം നിങ്ങക്ക്. അതില്ലാത്തപ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാ പെണ്ണുങ്ങളും നിങ്ങളെ കണക്കിൽപ്പെട്ട ആൾക്കാരല്ല കേട്ടാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭാര്യ കാലാളുടെ കൂടെ അഴിഞ്ഞാടെ വരുന്നല്ലോ. മാന്യമായി ജോലിക്ക് പോണ പെൺകുട്ടികളുടെ നാട്ടിലുണ്ട്. ഒരു ഞരമ്പ് അതിന് എങ്ങനെയാ എന്റെ തന്തേനെ അവന് പറഞ്ഞാൽ മതിയല്ലോ. പൊടിപ്പും ഉയരും എന്തുണ്ടായിട്ട് എന്താ കാര്യം? ഇതല്ലേ സ്ഥിതി. തറവാട് നോക്കി കെട്ടിച്ചതാ എന്റെ കാരണന്മാര്. നാശം. അല്ലാതെ നിന്റെ പോലത്തെ ഒരു തറവാട്ടിന്ന് എന്റെ വീട്ടിലേക്കൊന്നും ഒരു പെണ്ണിനെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഓ അതെ, എന്റെ തറവാട്ടിന് കുഴപ്പം തന്നെയാ. കളി കണ്ട പെണ്ണുങ്ങൾ 4 മാസം വീട്ടിലൊന്ന് പോണത് എന്റെ തറവാട്ടിന് കുഴപ്പം തന്നെയാ. അത് നിന്റെ വായലാവിന്റെ കുഴപ്പമാണ്. നിന്നോട് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടാവും, അതുകൊണ്ടാണ്. എന്നോട് അവർക്ക് ഒരു ഇഷ്ടക്കുറവില്ല. ആ പെൺകുട്ടി ആ വഴി വെച്ചോട് കണ്ണീരോട് പറഞ്ഞതാ നിങ്ങൾ കയ്യെടുത്ത് ശരിയല്ല. അത് എന്തിനാ നീ ആ പെണ്ണെ കയറി പിടിക്കാൻ പോയത്? അത് ഇത്ര സാധു കുട്ടിയാ. നിങ്ങൾക്ക് എങ്ങനെ നടത്തണമെങ്കിൽ അതിനെ പറ്റിയ പെണ്ണുങ്ങളെ ചെല്ല്. എല്ലാരും അങ്ങനെയല്ല. ഞാൻ അവസാനമായിട്ട് പറയാ, എന്റെ ചെലവിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇമാതിരി എന്തെങ്കിലും ചെയ്താ അന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്താ ഓട്ടം. ഈ പൊരുത്തം കെട്ട പെണ്ണ് എന്തിനാണിത് ഇവളുടെ വായിലെത്തിച്ച്? ഓരോ